ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പനെ മാത്രം വിശ്വസിക്കുന്നവർക്ക് സംഭവിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് സത്യമാണോ എന്ന്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ. ഇവിടെ പ്രാർത്ഥിച്ച പലർക്ക് ജീവിതം തന്നെ മാറിയ അനുഭവങ്ങളുണ്ട്. ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ ഈ മണ്ണിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കള്ളൻ മോഷ്ടിച്ച തേങ്ങയ്ക്ക് പെട്ടെന്ന് കൊമ്പുകൾ മുളച്ചത് എങ്ങനെയാണ്? തളർന്നു കിടന്ന പണ്ഡിതൻ 100 ദിവസത്തിനുള്ളിൽ രോഗമുക്തനായി എഴുന്നേറ്റതെങ്ങനെ? മരണസമയത്ത് പോലും ഒരു മിണ്ടാപ്രാണി ഭഗവാനെ വണങ്ങി ജീവൻ വെടിഞ്ഞത് കേവലം യാദൃച്ഛികതയാണോ? ഭക്തന്റെ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ആ കറവണ്ണന്റെ ഇന്നും തുടരുന്ന അത്ഭുത കഥകളിലൂടെ ഒരു യാത്ര. ഇതാ ഗുരുവായൂരപ്പന്റെ പുരാണം. കണ്ണ എന്ന് ഒരു വട്ടം മനമുരുകി വിളിച്ചാൽ ഓടിയെത്താൻ അരികിൽ ഒരാളുണ്ടെന്ന് ഉറപ്പാണ് ഗുരുവായൂരപ്പൻ. ജാതിയോ മതമോ പണമോ നോക്കാതെ കണ്ണുനീരോടെ തന്റെ നടയിലെത്തുന്ന ഓരോ ഭക്തനെ ആശ്വസിപ്പിക്കുന്ന ആ കരുണക്കടലിന്റെ കഥകൾ. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികൾ നിങ്ങൾക്ക് താങ്ങായി മാറുന്ന, കേട്ടാൽ തീരാത്ത അത്രയും മനോഹരമായ ഗുരുവായൂരപ്പന്റെ ലീലകൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്നത്? 5 വയസ്സുകാരനായ ഉണ്ണിക്കണ്ണൻ നേരിട്ട് വന്ന് നിവേദ്യം കഴിച്ച ആ നിമിഷം എന്തായിരുന്നു? പാണ്ഡിത്യത്തെക്കാൾ ഭഗവാൻ ഭക്തിയെ സ്നേഹിക്കുന്നുവെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ സംഭവങ്ങൾ ഏതൊക്കെയാണ്? നൂറ്റാണ്ടുകളായി ഭക്തർ കൈമാറി വരുന്ന, ഇന്നും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഗുരുവായൂരപ്പന്റെ അത്ഭുതങ്ങളുടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? അതിലൊന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. വാദപ്പനി ബാധിച്ച തളർന്ന ഭട്ടതിരി ഗുരുവായൂരിലെത്തി ഭഗവാനെ സ്തുതിച്ച് 100 ദശകങ്ങളിലായി നാരായണീയം എഴുതി. ഓരോ ദശകം പൂർത്തിയാവുമ്പോഴും അദ്ദേഹത്തിന്റെ അസുഖം ഭേദമായി. ഒടുവിൽ ഭഗവാൻ അദ്ദേഹത്തിന് നേരിട്ട് ദർശനം നൽകി അനുഗ്രഹിച്ചു. ഇനി അടുത്തായ ഒരാളാണ് പൂന്താനം നമ്പൂതിരി. പാണ്ഡിത്യത്തെക്കാൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന നിഷ്കളങ്കമായ ഭക്തിയാണ് തെളിയിച്ച ഭക്തനാണ് പൂന്താനം നമ്പൂതിരി. ജ്ഞാനപ്പാനയിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഭക്തിയുടെ വിത്ത് പാകി. പാണ്ഡിത്യത്തിന്റെ അഹങ്കാരമില്ലാത്ത ഭക്തനാണ്. ഭഗവാന് പ്രിയമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറൂരമ്മയെക്കുറിച്ച് കേട്ടാലോ? ഭഗവാനെ സ്വന്തം മകനായി സ്നേഹിച്ച ഭക്തയാണ് കുറൂരമ്മ. ഭഗവാൻ ഉണ്ണിക്കണ്ണനായി കുറൂരമ്മയുടെ വീട്ടിൽ പണികളും സഹായിക്കുകയും അവർക്കൊപ്പം കളിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ഗജരാജൻ കേശവനെ കുറിച്ച് നോക്കിയാലോ? ഗുരുവായൂർ കേശവനും ഭഗവാനും നിലമ്പൂർ കോവിലകത്ത് നിന്ന് വഴിപാടായി ലഭിച്ചതാണ് ഗജരാജൻ കേശവനെ. ക്ഷേത്രത്തിലെ ചിട്ടകൾ കൃത്യമായി പാലിച്ചിരുന്ന കേശവൻ ഏകാദശി ദിവസം ഭഗവാന്റെ തിടമ്പേറ്റിയ ശേഷം ഭഗവാനെ വണങ്ങി നിൽക്കുകയാണ് ചെരിഞ്ഞത്. ഇന്നും കേശവന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിൽ പ്രതിമകളുണ്ട്. ഇനി നമുക്ക് വിൽവമംഗലം സ്വാമിയാരുടെ ദർശനങ്ങളെക്കുറിച്ച് നോക്കാം. ഭഗവാനെ നേരിട്ട് കാണാൻ കഴിവുണ്ടായിരുന്ന ദിവ്യനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ശ്രീകോവിനുള്ളിൽ ഭഗവാനെ കാണാതെ പരിഭ്രമിച്ച അദ്ദേഹം ഭഗവാൻ പുറത്ത് മണലിൽ കുട്ടികളോടൊപ്പം കളിക്കുന്ന കണ്ടു. ഭഗവാൻ എല്ലായിടത്തുമുണ്ടെന്നുള്ള വലിയ സത്യം ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് നെന്മേനി ഉണ്ണിയെക്കുറിച്ച് കേൾക്കാം. നെന്മേനി ഉണ്ണിയുടെ കഥയാണ്. ശാന്തിക്കാരനായ അച്ഛൻ പുറത്തു പോയപ്പോൾ നിഷ്കളങ്കനായ ഉണ്ണി ഭഗവാന് ദിവ്യത്യം നൽകി. ഭഗവാൻ വന്നു കഴിക്കാത്തതിൽ വിഷമിച്ച് കരഞ്ഞ ഉണ്ണിയെ കണ്ട് ഭഗവാൻ നേരിട്ട് വന്ന് നിവേദ്യം കഴിച്ചു. ഭക്തന്റെ നിഷ്കളങ്കത ഭഗവാനെ എത്രമാത്രം ആകർഷിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെയാണ്. ഒരു പറയാൻ പറ്റുന്ന വളരെയധികം ഉദാഹരണങ്ങളിൽ കുറെ ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് പ്രധാന വഴിപാടുകൾ എന്താണെന്ന് നോക്കാം. പ്രധാന വഴിപാടുകളുടെ പ്രാധാന്യം ഒന്നാണ് തുലാഭാരം. തന്റെ സർവസ്വം ഭഗവാന് സമർപ്പിക്കുന്നതിന്റെ പ്രത്യേകം. ചുറ്റുവിളക്ക്, ഉദയാസ്തമന പൂജ. ക്ഷേത്രത്തെ പ്രകാശപൂരിതമാക്കുന്ന ഈ പൂജകൾ മനസ്സിന്റെ അന്ധകാരം നീക്കാൻ സഹായിക്കുന്നു. അതിലൊന്നാണ് കൃഷ്ണനാട്ടം. ഭഗവാന്റെ കഥകൾ ആടിയും പാടിയും സമർപ്പിക്കുന്ന ഒരു കലാരൂപമാണത്. ഇനി നമുക്ക് അന്നദാന പ്രഭു എന്താണെന്ന് നോക്കിയാലോ? അന്നദാന പ്രഭു ഗുരുവായൂരപ്പനെ അന്നദാന പ്രഭു എന്ന് വിളിക്കുന്നു. അവിടെ എത്തുന്ന ഒരാളും വിശപ്പോടെ മടങ്ങരുതെന്ന് ഭഗവാന്റെ നിശ്ചയമാണ്. ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട് ഭൗതികവും ആത്മീയമായ സംതൃപ്തി നൽകുന്നു. ഇനി നമുക്ക് തീപിടുത്തത്തിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് നോക്കാം. 1970 തീപിടുത്തമുണ്ടായത്. നവംബർ 30 ക്ഷേത്രത്തിൽ ഭീകരമായ തീപിടുത്തമുണ്ടായി. ചുറ്റമ്പലും മരപ്പണികളും കത്തിയമർന്നെങ്കിലും ഭഗവാന്റെ ശ്രീകോവിലിന് ഒരു പോറൽ പോലും ഏറ്റിയില്ല. ഇത് ഭഗവാന്റെ ശക്തിയുടെ വലിയൊരു അടയാളമായി കരുതപ്പെടുന്നു.
തുടർന്ന് ലോകമെമ്പാടുമുള്ള ഭക്തരുടെ സഹായത്തോടെ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിച്ചു. ഇതൊക്കെ ഭഗവാന്റെ എടുത്തു പറയത്തക്ക അത്ഭുതങ്ങളിൽ കുറേ അത്ഭുതങ്ങളിൽ ഒന്നാണ്. സമകാലിക അനുഭവങ്ങൾക്ക് ഇന്നും ആയിരക്കണക്കിന് ഭക്തർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അത്ഭുതങ്ങൾ അനുഭവപ്പെടാറുണ്ട്. മാറാവ്യാധികൾ ഭേദമാകുന്നു, ആപത്തുകളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു, ഭക്തർ സാക്ഷ്യപ്പെടുന്നു. ഇനി നമുക്ക് ബഹദൂർ ഹംസ മള്ളിയൂർ ശങ്കരനെ കുറിച്ച് നോക്കാം. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഭാഗവത ആചാര്യനുമായിരുന്നു അദ്ദേഹം. മള്ളിയൂർ തിരുമേനി എന്ന് അദ്ദേഹം സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ടു. അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ ഭാഗവത പാരായണത്തിനായി ഒഴിഞ്ഞുവെച്ചു. മള്ളിയൂർ ഗണപതിക്ക് മുന്നിലിരുന്ന് അദ്ദേഹം ഭാഗവതം വായിക്കുമ്പോൾ ആ ഗണപതിയുടെ മടിയിൽ ഉണ്ണികൃഷ്ണൻ വന്നിരുന്ന കഥ കേൾക്കാറുണ്ടായിരുന്നെന്ന് സങ്കല്പം. തന്റെ രോഗാവസ്ഥയിലും കഷ്ടപ്പാടുകളിലും അദ്ദേഹം ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചു. മള്ളിയൂരിലെ ഗണപതിക്ക് ഉള്ളിൽ ഗുരുവായൂരപ്പുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ ഭാഗവതത്തിന്റെ അമൃതധാരയിലേക്ക് നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭാഗവത് ഹംസ എന്ന പട്ടം ലഭിച്ചത്. ഗുരുവായൂരപ്പന്റെ 4 കൈകളിൽ ഒന്നിൽ ശോഭിച്ചിരിക്കുന്നത് പാഞ്ചജന്യം എന്ന ദിവ്യമായ ശംഖാണ്. അതിന്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. മഹാവിഷ്ണു പണ്ട് പാഞ്ചജന്യം എന്ന അസുരനെ വധിച്ചപ്പോഴാണ് ഈ ശംഖ് ലഭിച്ചത്. ഇത് ലോകത്തിന് മുഴുവൻ ചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്നു. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജകൾക്കിടയിലും ദീപാരാധനകൾക്കിടയിലും ശംഖനാദം മുഴക്കുന്നത് ഐശ്വര്യത്തിന്റെയും വിജയത്തിന്റെയും അടയാളമാണ്. ദുഷ്ടശക്തികളെ അകറ്റാനും ഭക്തരുടെ മനസ്സിൽ ശാന്തി നിറയ്ക്കാനും ഈ ശംഖനാദത്തിന് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഭഗവാനെ സ്തുതിക്കുമ്പോൾ പാഞ്ചജന്യത്തിന്റെ പ്രതീകമായ സാന്നിധ്യം ഭക്തർക്ക് വലിയൊരു ഊർജ്ജമാണ്. ഇനി നമുക്ക് നോക്കാം കണിമംഗലം ശാസ്താവും ഗുരുവായൂരപ്പനും. ഗുരുവായൂരപ്പനും തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. കണിമംഗല ശാസ്താവ്. ഗുരുവായൂരപ്പനും കണിമംഗല ശാസ്താവും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമായ ഒരു ഐതിഹ്യമാണ്. കണിമംഗല ശാസ്താവ് ഗുരുവായൂരപ്പന്റെ മകനാണെന്നാണ് സങ്കല്പം. തൃശ്ശൂർ പൂരത്തിന് വടക്കുന്നാഥനെ വണങ്ങാൻ ആദ്യമെത്തുന്നത് കണിമംഗല ശാസ്താവാണ്. വെളുപ്പിനെ മഞ്ഞുള്ള സമയത്താണ് ശാസ്താവ് എഴുന്നള്ളുന്നത്. മകനായ ശാസ്താവിനെ തണുപ്പടിപ്പിക്കരുതെന്ന് കരുതി പിതാവായ ഗുരുവായൂരപ്പൻ തന്റെ മകന് വേണ്ടി വെയിൽ നൽകാനായി മേഘങ്ങൾ മാറ്റുന്നെന്നും സൂര്യൻ പ്രകാശിക്കപ്പെടുമെന്നാണ് വിശ്വാസം. ഈ സ്നേഹത്തിന്റെ പ്രതീകമായ തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് മുമ്പ് ശാസ്താവ് തന്റെ പിതാവിനെ സ്മരിക്കുന്നുവെന്ന് കരുതപ്പെടുന്നു. ഭക്തിജലമായ ഉജ്ജ്വലമായ മാതൃകയാണ് മള്ളൂർ തിരുമേനിയുടെ ജീവിതം. നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെ അത്ഭുതങ്ങളാണെന്ന്. അദ്ദേഹത്തിന്റെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. തിരുമേനി ഭാഗവത പാരായണം ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹം അടുത്തു നിൽക്കുന്നവരോട് പറയുമായിരുന്നു, ഇതാ ഉണ്ണിക്കണ്ണൻ ഇവിടെയുണ്ട്, അവൻ കഥ കേൾക്കുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിന് കണ്ണനെ അത്രത്തോളം ആത്മീയമായി ദർശിക്കാൻ സാധിച്ചിരുന്നു. സാധാരണ ഗണപതി ക്ഷേത്രങ്ങളിൽ വിഘ്ന നിവാരണത്തിന് പ്രാധാന്യം, എന്നാൽ മള്ളിയൂർ ഗണപതിയുടെ മടിയിൽ കൃഷ്ണൻ ഇരിക്കുന്നു എന്ന സങ്കല്പത്തിൽ വൈഷ്ണവ ഗണപതി ആരാധനയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഇത് ഭാഗവത ഹംസത്തിന്റെ വലിയൊരു ദർശനമായിരുന്നു. എത്ര വലിയ പ്രശസ്തി ലഭിച്ചിട്ടും അദ്ദേഹം വളരെ ലളിതമായി ജീവിച്ചു. ഗുരുവായൂരപ്പന്റെ ചൈതന്യം ലോകമെങ്ങും എത്തിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഗുരുവായൂരപ്പനും തമ്മിലുള്ള അച്ഛൻ മകൻ ബന്ധം തൃശ്ശൂർ പൂരത്തിന് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയും. ശീതകാലത്ത് എഴുന്നള്ളത്ത്. പൂര ദിവസം അതിരാവിലെയാണ് ശാസ്താവിന്റെ എഴുന്നള്ളത്ത്. ശാസ്താവ് മഞ്ഞത്ത് വിറച്ചു വരുന്നത് പിതാവായ ഗുരുവായൂരപ്പന് സഹിക്കില്ലെന്നും അതുകൊണ്ട് അദ്ദേഹം മകനെ സംരക്ഷിക്കാൻ ഉടനെ സൂര്യനെ പ്രകാശിപ്പിക്കണമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂരപ്പന്തലിൽ ആദ്യം എത്തുന്നത് ബ്രഹ്മാവിന് പ്രത്യേക ബഹുമതിയുണ്ട്. ശാസ്താവിന്റെ പ്രതിഷ്ഠാ ദിനത്തിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ഗുരുവായൂരിനെ സ്മരിക്കുന്ന പ്രത്യേക ചടങ്ങുകൾ കണിമംഗലത്ത് നടക്കാറുണ്ട്. അതിലൊന്നാണ് പാഞ്ചജന്യത്തിന്റെ നാദം. ഭഗവാന്റെ ശംഖ് വെറും ഒരു ആയുധമല്ല, അത് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദമായ ഓംകാരത്തിന്റെ പ്രതീകമാണ്. വിജയത്തിന്റെ പ്രതീകം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ രഥത്തിലിരുന്ന കണ്ണൻ പാഞ്ചജന്യം മുഴക്കിയപ്പോൾ അധർമ്മകാരികളുടെ ഉള്ളിൽ ഭയമുണ്ടാക്കി. അതുപോലെ ഭക്തരുടെ മനസ്സിലെ ഭയത്തെയും വിഷാദത്തെയും മാറ്റാൻ ഈ ശംഖനാദത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിലെ നിത്യദിനവും ചിട്ടകളും നോക്കാം. ഗുരുവായൂർ ക്ഷേത്രം അതിൻ്റെ കർക്കശമായ ആചാരങ്ങൾക്കും ചിട്ടകൾക്കും പേരുകേട്ടതാണ്. ഒന്നാണ് നിർമ്മാല ദർശനം. പുലർച്ചെ ഭഗവാനെ ഉണർത്തുന്ന നിർമ്മാല ദർശനം അതീവ പുണ്യകരമാണ്. ഭക്തർ രാത്രി മുതൽ വരി നിൽക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. അടുത്തതാണ് വാഗച്ചാർത്ത്. നിർമ്മാല്യത്തിന് ശേഷം ഭഗവാന്റെ വിഗ്രഹത്തിൽ വാഗപ്പൊടി ചാർത്തുന്ന ചടങ്ങ്. ഇത് ഭഗവാന്റെ ശരീരത്തിന് കുളിർമ നൽകുന്നുവെന്നാണ് സങ്കല്പം. അതിൽ വേറൊന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശീവേലി.
ഭഗവാന് പ്രതിപുരുഷനായി തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ്. ക്ഷേത്രത്തിലെ ഭൂതഗണങ്ങൾക്ക് ബലി തൂകുന്ന ചടങ്ങാണിത്. ഇനി നമുക്ക് കൃഷ്ണനാട്ടം നോക്കാം. ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം ഭഗവാന്റെ ജീവിതകഥകൾ 8 ദിവസങ്ങളായി ആടിക്കാണിക്കുന്ന വഴിപാടാണ് കൃഷ്ണനാട്ടം. മാനവേദൻ രാജാവാണ് ഇതിന് തുടക്കം കുറിച്ചത്. അവതാരം മുതൽ സ്വർഗാരോഹണം വരെ ഓരോ പ്രത്യേക കാര്യങ്ങൾക്കായി ഭക്തർ വഴിപാട് നടത്തുന്നു. സമകാലിക അത്ഭുതങ്ങൾ ഇന്നും ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. കഠിനമായ അസുഖങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച ഭക്തർ ഇന്നും ക്ഷേത്രത്തിലെത്തി നന്ദി അറിയിക്കാറുണ്ട്. തങ്ങളുടെ സങ്കടങ്ങൾ കണ്ണനോട് പറഞ്ഞ് സമാധാനം കണ്ടെത്തുന്നു സാധാരണക്കാരായ ഭക്തർ. ഭക്തനായ ഗുരുവായൂരപ്പന്റെ ഈ അത്ഭുത ലീലകൾ വെറും കഥകളല്ല, മറിച്ച് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ജീവിക്കുന്ന അടയാളങ്ങളാണ്. നാം കണ്ടതും കേട്ടതുമായ ഓരോ അനുഭവം നമ്മോട് പറയുന്നത് ഒന്നു മാത്രം: നിഷ്കളങ്കമായ ഭക്തിയുടെ ആ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ഒരാളെയും ഭഗവാൻ കൈവിടില്ല. മേൽപ്പത്തൂരിന്റെ പാണ്ഡിത്യമോ പൂന്താനത്തിന്റെ ലളിതമായ മലയാളമോ കൂരൂരമ്മയുടെ വാത്സ്യമോ ഇതിലേതാണ് ഭഗവാൻ കൂടുതൽ പ്രീതനായതെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. കാരണം ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും രോഗപീഠങ്ങളിലും തളർന്നു പോകുമ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് കൈകൂപ്പുന്ന ഏതൊരു സാധാരണക്കാരന്റെ വെളിപ്പുറത്ത് ആ കണ്ണൻ ഓടിയെത്തുന്നു. ഗുരുവായൂരപ്പൻ വെറുമൊരു വിഗ്രഹമല്ല, ഓരോ ഭക്തന്റെയും ഉള്ളിലെ ഉണ്ണിക്കണ്ണനാണ്. കേട്ടാലും തീരാത്ത ഈ ലീലകഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വഴികാട്ടിയാകട്ടെ. കണ്ണ എന്ന് വിളിക്കുമ്പോൾ അരികിലെത്തുന്ന ആ കാർവർണ്ണന്റെ പാദങ്ങളിൽ നമുക്ക് ശരണം പ്രാപിക്കാം. ഭക്തിക്കോ ഭാഷയോ പാണ്ഡിത്യമോ ഒന്നും വേണ്ട. നമ്മൾ കണ്ട പൂന്താനത്തിന്റെയും ഭട്ടതിരിയുടെയും കഥ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: ഭഗവാന് വേണ്ടത് നമ്മുടെ സംസ്കൃത ശ്ലോകങ്ങളോ വലിയ അറിവോ അല്ല, മറിച്ച് നിഷ്കളങ്കമായ സ്നേഹമാണ്. പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾ തെറ്റിയാലും മനംനൊന്ത് വിളിച്ചാൽ ആ ഉണ്ണിക്കണ്ണൻ കേൾക്കാതിരിക്കില്ല. അഹങ്കാരം വെടിയുക. മേൽപ്പത്തൂരിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർക്ക് പോലും ഭഗവാൻ രോഗത്തിലൂടെയും മറ്റ് ഓരോ പാഠങ്ങൾ നൽകി. ഞാൻ എന്ന അഹങ്കാരം അവിടെയുണ്ടോ എന്ന് ഈശ്വരൻ ഉണ്ടാകില്ല. എല്ലാം ഭഗവാന്റെ നിശ്ചയമാണെന്ന് കരുതി വിനയത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. പ്രതിസന്ധികളിൽ തളരരുത്. കൂരൂരമ്മയുടെയും മള്ളിയൂർ തിരുമേനിയുടെയും ജീവിതം നോക്കുക. കടുത്ത ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും അവർ ഭഗവാനെ മുറുകെ പിടിച്ചു. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മെ തകർക്കാനല്ല, മറിച്ച് ഭഗവാനിലേക്ക് കൂടുതൽ അർപ്പിക്കാനാണെന്ന് വിശ്വസിക്കുക. പ്രകൃതിയോടും ജീവജാലങ്ങളോടും കരുണ കാണിക്കുക. ഗുരുവായൂർ കേശവന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരെ ഭക്തിയുണ്ടെന്നാണ്. ഭഗവാന്റെ സൃഷ്ടികളായ എല്ലാം ജീവജാലങ്ങളെ സ്നേഹിക്കാനും അവരോട് കരുണ കാണിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ ഈശ്വര സേവ. ഇനി നമുക്ക് സമർപ്പണ മനോഭാവം ഉണ്ടാവണം. നമ്മുടെ ഭാരങ്ങളെല്ലാം ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുക. ഭഗവാനെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പേടിക്കാനൊന്നുമില്ല. ആ വിശ്വാസമാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ കഥകൾ കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാധാ മാധവ ഗോപാല ഭക്തവത്സല പാഹിമാം. ഗുരുവായൂർ പുരേശായ ശ്രീ ഗോപാലയതേ നമഃ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.